Flashback. കപ്പ് അനുമോള് അനീഷേട്ടൻ മേ ബി അനീഷേട്ടൻ അല്ലെങ്കിൽ ഷാനവാസിക്ക. ഗായ്സ് വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. എന്തായിരുന്നു ഒരു PR ടോപ്പിക് വന്നത്? ആയിട്ടും 16 ലക്ഷം ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അങ്ങനെ ധാരണയൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാറുണ്ട്. അതിനിപ്പോ എനിക്ക് പറയുന്ന ഒരു പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞ 15-16 ലക്ഷം കൊണ്ട് വാരി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ചെറിയ കുഴപ്പം എന്താ അറിയാമോ, ഞങ്ങൾ എപ്പോഴും ആലോചിക്കാറുണ്ട്, നാളെ ഒരു PR-ന്റെ പേരിൽ അനു അറിയപ്പെട്ട അനു ഈ കിടന്ന് അവിടെ കിടന്ന് കാണിച്ച കഷ്ടവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല ആളിന്റെ അടുത്താ പണി പഠിക്കാൻ വന്നിരിക്കുന്നേ. കൊമ്പനാനയുടെ അച്ഛന് അണ്ടർവെയർ ഇടിപ്പിക്കുന്നവനാ ഈ PR-ന് എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം. കാരണം ഞാൻ പിശിക്കാണ് പൈസയുടെ കാര്യത്തിൽ. ഞാൻ കളഞ്ഞു കിട്ടുന്ന പൈസ പോലും ഞാൻ എടുക്കുന്ന ഒരാളാണ്. ഇതിപ്പോ കടുവായ കിടുവാ പിടിച്ചതുപോലെ ആയല്ലോ. അറിയില്ലേ അവളുടെ സ്വഭാവം? ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ചെയ്യും. 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം PR കിട്ടും? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അനുവിൽ നിന്ന് നമ്മൾ വലിയ എമൗണ്ട് ഒന്നും ചോദിക്കുന്നതെന്ന് കുറച്ച് പേര് പറഞ്ഞു. അനുവിന് ഓൾറെഡി ഫെയിം ഉള്ളത് കൊണ്ടും അനുവിന് വലിയ എമൗണ്ടും തരണ്ട, ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ. നീ വലിയ ബുദ്ധിമാനായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരെന്ന് കരുതരുത്. അനു പകുതി വഴി എത്തിയപ്പോഴേക്കും അവരങ്ങ് ഡിക്ലെയർ ചെയ്ത് തുടങ്ങി അനുവിനെ ഞങ്ങൾ ജയിപ്പിച്ചു. അതെ, കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.